ഇത് പറയുന്നോ മസ്താനി പറഞ്ഞ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ, വാങ്ങുമ്പോ ഒരു ടൈമിംഗ് വേണല്ലോ. തിരിച്ചിട്ട് പറഞ്ഞ പോലെ അന്ന് മാറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ശരിയാവണേ. പക്ഷെ പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലത് പറയും, നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടെ അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത്, നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. ഉജ്ജ്വലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട്, പക്ഷെ നാളെ വരുമ്പോൾ മോശം തരം വരുമ്പോൾ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ, അതിനങ്ങനെ കണ്ട. ഇല്ലല്ല, പുള്ളി അയർലൻഡിൽ ഒരു ഷോന് പോയിരിക്കുക, അപ്പൊ ഇവിടെ ഇല്ല. അതിനുള്ള എഫേർട്ടല്ലേ എൻ്റെ ഈ കൈ പോയത്. അങ്ങനെയല്ലേ കഴിഞ്ഞ വർഷം മറ്റേ ഇതിനൊക്കെ ബാഡ് ബോയ്സിനൊക്കെ വരുമ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇട്ട് വന്നില്ലേ, ഓർമ്മയില്ലേ? അത് ഇവനെ അടിച്ചൊടിച്ച കൈ ഇതാണ്. കാരണം അവനെ ആ സമയത്ത് ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത് എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ കൈയോട് ഞാൻ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയം മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ ഒന്ന് അല്ലേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള എന്ത് ഇത് കരാട്ടക്കാരൊന്നും ഇങ്ങനൊന്നും അടിക്കൂല, അവർക്കൊക്കെ ടൈമിംഗ് ഉണ്ടാവും. അതൊന്നുമില്ല, കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല. ശരിക്കുള്ള അടിയാ. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ, വാങ്ങുമ്പോ ഒരു ടൈമിംഗ് വേണല്ലോ. എല്ലാം വേണം. ഷോട്ടില് പോലും ഇല്ല ഞാൻ, ഷോട്ടില് എന്തായാലും അത്രയും കിട്ടിയല്ലോ. നീ കണ്ടല്ലേ? ഒന്നും കാണൂല. എന്ത് ഏത് തിയേറ്ററില് ആണോ? കാര്യമായിട്ട് ഉണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇപ്പൊ? ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? എടാ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും, ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും, അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും. ആ പുള്ളി നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും. പിന്നെ നമ്മളിതൊക്കെ ദൈവം നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ അന്ന് മാറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ശരിയാവണേ, കഴിഞ്ഞ് കിട്ടണേ എന്ന് പ്രാർത്ഥന. അൽസറൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ എടുക്കുക, യൂണിവേഴ്സ് തരും. അല്ലല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, അല്ല നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിനൊരു ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ അത് ഭയങ്കര ടെൻഷൻ അടിച്ചോ, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമയൊന്നുമല്ല. ഭയങ്കര സന്തോഷിച്ച് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാലും ശരി. അത് മാറ്റണോ? പിടിച്ചില്ലല്ലോ എന്ന് ഇവന്. അതെന്താ വേഫെയർ ഫിലിം? എന്താണ് വേഫെയർ? ഇവനൊരു ചെറിയൊരു ഒരു ഫേസ് പഞ്ച് ഇത് പറയുന്നോ മസ്താനി? നീ കൂടുതൽ മിണ്ടണ്ട.
അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ എന്നോട് പലരും മിണ്ടുന്നില്ല. സമയം 3 മണി. ആദ്യ ചേച്ചി വന്നിരിക്കും. താങ്ക് യു മീഡിയ. നമ്മുടെ ചോദ്യോത്തര സെക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശാന്തികൃഷ്ണ മാമും ഇപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.